ഛഠ് പൂജ ആഘോഷത്തിൽ ഉത്തരേന്ത്യ. യമുനാ നദിയിൽ സ്നാനം ചെയ്യാൻ ഇന്നു മുതൽ നിരവധി പേരെത്തും. മലിനമായ യമുനയിൽ ഡൽഹി സർക്കാർ ഉണ്ടാക്കിയ താൽക്കാലിക ഘട്ടുകളിലായിരിക്കും ഛഠ് പൂജ നടക്കുക. നാളെ രാവിലെ വരെയാണ് പൂജ നടക്കുക. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന സൂര്യഭഗവാന് നന്ദി പറഞ്ഞാണ് ഭക്തരിന്ന് ഛഠ് പൂജയുടെ ഭാഗമാകുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി രാവിലെ മുതൽ വിശ്വാസികൾ ഘാട്ടുകളിലെത്തും. ഓരോ വിശ്വാസിയും യമുനയുടെ തീരത്ത് നിന്ന് സൂര്യനെ സാക്ഷിയാക്കി പ്രാർത്ഥിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യ സംസ്ഥാനക്കാരാണ് കൂടുതലും ഛഠ് പൂജയിൽ പങ്കെടുക്കുന്നത്. പ്രാർത്ഥിച്ച് നദിയിൽ മുങ്ങുന്ന ചടങ്ങായതിനാൽ മലിനമായി ഒഴുകുന്ന യമുന ശുചീകരിക്കാനുള്ള നടപടികൾ ഡൽഹി സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. എന്നാലും കാളന്തി കുജിനടുത്തുള്ള യമുന ഘാട്ടിലെ വിഷപ്പത ഇത്തവണയും പതഞ്ഞൊഴുകുകയാണ്. വിവിധ ഘാട്ടുകളിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നതിനാൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ആം ആദ്മി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായും നീക്കിയാണ് ഇത്തവണ ഡൽഹി സർക്കാർ ഛഠ് പൂജയ്ക്കായി സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 10,000-ലധികം വിശ്വാസികളായിരിക്കും ഡൽഹിയിൽ ഉൾപ്പെടെ പൂജയുടെ ഭാഗമാവുക. തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി.